ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ വാങ്ങിച്ച കാറ് കണ്ട് ശരത്ത് നന്നായിട്ട് തന്നെ ടെൻഷനായി നിൽക്കുകയാണ്. അപ്പോഴാണ് ദേവിക ഇത് കണ്ടും കൊണ്ട് വരുന്നത്. അപ്പോൾ ദേവികയോട് ശരത്ത് പറയുകയാണ്, ഈ കാറ് എത്രയും പെട്ടെന്ന് വിൽക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഈ വീടിന് തന്നെ നാശങ്ങൾ സംഭവിക്കും. ഈ കാറ് എനിക്ക് കണ്ടിട്ട് ഒരു അപലക്ഷണമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ദേവികയ്ക്ക് സംശയം വരികയാണ്. അപ്പോൾ ദേവിക ചോദിക്കുകയാണ്, അല്ല ശരത്തെ, നിനക്ക് ഈ കാർ എന്താ ആദ്യം അറിയുമായിരുന്നു? എനിക്കൊന്നും അറിയില്ല, ഞാനിത് കണ്ടിട്ട് പോലുമില്ല. ഇത് പ്രിയ വാങ്ങിയ കാറാണ്. ഇത് വിൽക്കണോ വേണ്ടായോ എന്നൊക്കെ പ്രിയ ആണ് തീരുമാനിക്കുക, അല്ലാതെ ഞാനല്ല. അല്ല ശരത്തെ, നിനക്ക് ഈ കാറ് കണ്ടിട്ട് വല്ലാത്ത ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. സത്യം പറ, നീയും ഈ കാറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? ഞാൻ ഈ കാറ് കണ്ടിട്ടില്ല, എനിക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ഈ വീടിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ദേവിക പറയണേ, ഈ വീട്ടിൽ ഈ കാറ് വരുന്നതിന്റെ മുന്നേ തന്നെ പല ദുരന്തങ്ങളും ഉണ്ടായി. ഇനിയിപ്പോൾ ഈ കാറ് വന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങ് ദുരന്തം ഉണ്ടായിക്കോട്ടെ, ഞങ്ങളത് സഹിച്ചു, അല്ലാതെ ഞങ്ങൾ ഈ കാറ് വിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേവിക അകത്ത് പോവാണ്. അപ്പോൾ ശരത്ത് കാറ് നോക്കി നാശം എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കാറിൽ നിന്നും ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹോണിൻ്റെ സൗണ്ട് കേട്ടതോടുകൂടി ശരത്ത് പേടിച്ച് അകത്തേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രിയ മറ്റൊരു ഭാഗത്ത് നിന്ന് ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. നിനക്കുള്ള പണി തുടങ്ങിക്കഴിഞ്ഞടാ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. ഈ സമയം ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ആ സിദ്ധുവിന് ജാമ്യം കിട്ടി, അവന് ജാമ്യം കിട്ടില്ല എന്നാണ് കരുതിയത്. ഇപ്പോൾ അവൻ തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരികയാണല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ചന്ദ്ര നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രയുടെ അടുത്തേക്ക് രംഗം വരികയാണ്. നീയല്ലേ പറഞ്ഞത് കുഞ്ഞളിയനെ ജാമ്യം കിട്ടില്ല എന്ന്, എന്നിട്ടിപ്പോൾ ദേവിക വിളിച്ചല്ലോ ജാമ്യം കിട്ടി എന്ന് പറഞ്ഞ്. അപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇപ്പോഴെങ്കിലും കുഞ്ഞളിയൻ തെറ്റ് ചെയ്തിട്ടില്ല, അത് കോടതിക്ക് ബോധ്യമായി എന്ന്? എന്ത് ബോധ്യമായി എന്ന് നിങ്ങൾ ഈ പറയുന്നത്? ഇപ്പോഴും കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിക്ക് ബോധ്യമാവും സിദ്ധുവാണ് തെറ്റ് ചെയ്തത് എന്ന്, എന്നിട്ട് സിദ്ധുവിനെ ശിക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ രംഗം പറയണേ, നിന്റെ ആഗ്രഹം അതാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, പക്ഷെ നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ രംഗം പറയണ, അല്ല നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവുകയല്ലേ, ഇനിയെങ്കിലും നല്ലതുപോലെ പരസ്പരം മനസ്സിലാക്കി ഡിവോഴ്സായി പിരിഞ്ഞു പോയിക്കൂടെ? അതിന് ഡിവോഴ്സ് നടന്നിട്ടൊന്നുമില്ലല്ലോ. അതെന്താ ചന്ദ്ര നീ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ നീ ചതിക്കാനുള്ള പുറപ്പാടാണോ? ഞാൻ ചതിക്കുകയൊന്നുമില്ല, ഞാൻ വാക്ക് പറഞ്ഞാലേ അത് വാക്ക് തന്നെ ആയിരിക്കും. വിഷ്ണുവിനെ പുറത്തിറക്കി കാണിക്കുക, എന്നിട്ട് മതി ഈ സംസാരമൊക്കെ. അപ്പോൾ രംഗം പറയണേ, സിദ്ധുവളിയൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും ചെയ്ത് കാണിക്കും. അത് നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. പിന്നെ ഒരു കാര്യം, സിദ്ധുവിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്ന് കരുതിയിട്ടേ കൂട്ടുകാരുമൊത്ത് ഇവിടെ വന്ന് ആഘോഷിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ട. അതുകൊണ്ട് അവരെന്നെ ഒന്നും കൂട്ടി ഇവിടേക്ക് വരണ്ട എന്ന് അളിയൻ വിളിച്ച് പറഞ്ഞേക്ക്. നീ എന്തർത്ഥത്തിലാണ് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ദേവിക ഈ വീട്ടിലേക്ക് വരരുത് എന്ന് കരുതിയിട്ടല്ലേ. തൽക്കാലം ഇപ്പോൾ അളിയൻ അവരെയൊന്നും കൂട്ടിയിട്ടല്ല ഇവിടേക്ക് വരുന്നത്. അത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, വെറുതെ കയറി വരുന്ന സമയത്ത് തന്നെ വെറുതെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി മാത്രമാണ് എന്നും പറഞ്ഞ് രംഗം പോവാണ്. പ്രിയയുടെ അടുത്തേക്ക് ശരത്ത് ചെല്ലണേ. എന്നിട്ട് പറയണേ, നിനക്ക് എവിടെ നിന്നാണ് ആ കാറ് കിട്ടിയത്? ഏത് കാറ്? ഞാൻ വാങ്ങിയ കാറോ? അതെനിക്കൊരു വർക്ക്ഷോപ്പിൽ നിന്നാണ് കിട്ടിയത്. നീ എന്തിനാണ് ആ വർക്ക്ഷോപ്പിലേക്ക് പോയത്? അതൊക്കെ എന്തിനാ ശരത്ത് അറിയുന്നത്? നിനക്ക് ആ കാർ അങ്ങ് വിറ്റൂടെ? വിൽക്കാനോ? ഞാനത് വാങ്ങിച്ചത് വിൽക്കാനല്ലല്ലോ. അല്ല, ആ കാറ് കൊള്ളില്ല, അതുകൊണ്ടാണ്. അത് നല്ല കാറാണല്ലോ, എനിക്ക് അങ്ങനെയാണല്ലോ തോന്നിയത്. അല്ല, അത് കൊള്ളില്ല. എനിക്കറിയാം നിനക്ക് ആ കാറ് വിൽക്കണം. അത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ആ കാറ് കാണുമ്പോൾ പേടിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. പിന്നെ നിനക്കെന്താ ഇത്ര എതിർപ്പ്? ഇവിടെ അച്ഛനും ചേച്ചിക്കും മുത്തശ്ശിക്കും ഒന്നും ഒരു എതിർപ്പുമില്ലല്ലോ, പിന്നെ നിനക്ക് മാത്രമെന്താ ഇങ്ങനെ എതിർപ്പ്? എനിക്ക് അങ്ങനെ എതിർപ്പൊന്നുമില്ല. നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട. നല്ല അർത്ഥത്തിലാണ് നിന്നോട് സംസാരിച്ചത്. ആ കാറ് കൊള്ളാത്തത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അപ്പോൾ പ്രിയ പറയണേ, ശരത്തെ, നിന്റെ കള്ളങ്ങളൊക്കെ നീ കുഴിച്ചു മൂടിയതെല്ലാം പുറത്തു വരാനുള്ള സമയമായി. നിനക്ക് ഒന്നില്ലെങ്കിൽ രക്ഷപ്പെടാൻ എല്ലാ സത്യവും വിളിച്ച് എല്ലാവരോടും പറയാം, അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ആത്മഹത്യ ചെയ്യാം. അപ്പോൾ ശരത്ത് പറയണേ, നീ എന്തിനാടി എന്നെ ഇങ്ങനെ പേടിപ്പെടുത്തുന്നത്? നീ എന്താ രണ്ടർത്ഥത്തിൽ സംസാരിക്കുന്നത്? ശരത്തിനെ പേടിപ്പെടുത്താനൊന്നും നീ നോക്കണ്ട. ഈ ശരത്തിനെ കുഴിച്ചു മൂടിയാലും കൊന്നുകളഞ്ഞാലും ചാരത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്നവനാണ് ഈ ശരത്ത്. അതിന് എനിക്ക് അറിയാഞ്ഞിട്ടാണ്. നിന്നോട് ഞാൻ നല്ലതുപോലെയാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ആ കാറ് വിറ്റ് കളയാൻ നോക്കിക്കോ, അതാണ് നിനക്ക് നല്ലത്. അപ്പോൾ പ്രിയ പറയണ, നീ എന്നെ എന്ത് ചെയ്യുമടാ? നീ എന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ നീ എന്താണ് ഈ കാറിനെ പേടിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ എല്ലാവരെയും വിളിച്ചു പറയട്ടെ. ഞാനതിപ്പോൾ തൽക്കാലം വിളിച്ചു പറയാത്തത് നിന്നെ കൊണ്ട് തന്നെ, നിന്റെ വായ കൊണ്ട് തന്നെ എല്ലാ സത്യവും നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. നീയും ആ കാറും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഞാൻ എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നീ കെട്ടിപ്പൊക്കിയ നിന്റെ ചീട്ടുകൊട്ടാരമൊക്കെ തകർന്നു വീഴും. അത് നീ ഓർത്തോ ശരത്തെ എന്ന് പറഞ്ഞ്
പ്രിയ പോവുകയാണ് കേട്ടോ. അതോടുകൂടി ശരത്ത് പേടിക്കുകയാണ്. ഈ കാറാണ് നിന്റെ നാശത്തിന് തുടക്കമിടാൻ പോകുന്നത് എന്നുകൂടി പ്രിയ പറഞ്ഞതോടെ ശരത്ത് ആകെ പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. പിന്നീട് സിദ്ധുവും വിശാലും നിരഞ്ജനും കൂടി സംസാരിക്കുകയാണ്. അവര് വീട്ടിലേക്ക് സിദ്ധുവിനെ ആക്കാം എന്ന് പറയുമ്പോൾ സിദ്ധു പറയണ അത് വേണ്ട, അവിടെ ആ ചന്ദ്ര കലി തുള്ളി നിൽക്കുന്നുണ്ട്. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതൊന്നും അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അവളുടെ പ്രകടനം എന്തിനാണ് നിങ്ങൾ വെറുതെ കാണുന്നത്? നിങ്ങൾക്ക് കൂടി മനസ്സ് വിഷമമാവും. അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ നടന്നു പൊയ്ക്കോളാം എന്ന് പറയട്ടോ. എനിക്ക് ആദ്യം ആ ചന്ദ്രയെ ഒന്ന് കാണണം, അതിനു വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾ കാരണമാണ് ഞാൻ പെട്ടെന്ന് ജാമ്യത്തിൽ ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാത്രമല്ല എല്ലാത്തിനും തുടക്കമിട്ടത് ദേവികയാണ് സിദ്ധു, നിന്റെ ഭാഗ്യം. ദേവികയാണ് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നതും എല്ലാം. അതുകൊണ്ടാണ് ദേവികയാണ് സിദ്ധു നിന്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധുവിന് നല്ല സന്തോഷമാവാണ്. അങ്ങനെ സിദ്ധു വീട്ടിലേക്ക് പോവാണ്ടോ. ഈ സമയം ശരത്ത് ആലോചിക്കുകയാണ്, എങ്ങനെയെങ്കിലും മുത്തശ്ശിയൊക്കെ എരിപെരി കയറ്റിയിട്ടാണെങ്കിലും ആ കാറ് വിൽപ്പിക്കണം പ്രിയയെ കൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ശരത്തിൻ്റെ അടുത്തേക്ക് മുത്തശ്ശി വരികയാണ്. എന്നിട്ട് പറയണേ, നീ തനിച്ചിവിടെ ഇരിക്കുകയാണോ? വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട മുത്തശ്ശി, എനിക്ക് വിശക്കുന്നില്ല. എന്താ നിനക്ക് സങ്കടമാണ്? അമ്മയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണോ? നീ ഇനി വിഷമിക്കേണ്ട. അമ്മ ഇതിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടില്ലേ? മരിക്കുമെന്ന് കരുതിയിട്ട് പ്രഭാവതിക്ക് ഒരു കുഴപ്പവും കൂടാതെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലേ? അതുപോലെ പ്രഭാവതിയുടെ എല്ലാ അസുഖവും മാറി പ്രഭാവതി തിരിച്ചു വരും. മോൻ സങ്കടപ്പെടല്ലേ എന്ന് പറയുമ്പോൾ ഇത് കേട്ടോണ്ട് ദേവിക വരികയാണ്. അപ്പോൾ ദേവിക പറയണേ, എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ മതിയായിരുന്നു. കാരണം മുത്തശ്ശി, ഞങ്ങളന്ന് ഇവിടെ നിന്നും പോയില്ലേ? അത് എവിടേക്കായിരുന്നോ? പ്രഭാവതി അമ്മയ്ക്ക് ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസറിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിന്നും പോയത്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ്. അത് സമ്മതിച്ചില്ല കാലം. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ സത്യവും ക്രൈംബ്രാഞ്ച് ഓഫീസറിനോട് പ്രഭാവതി അമ്മ പറഞ്ഞേനെ എന്ന് പറയുമ്പോൾ ശരത്ത് പേടിച്ച് നിൽക്കാണ്ട്. അപ്പോഴാണ് മനോഹരൻ അവിടേക്ക് വരുന്നത്. മനോഹരനെ കണ്ടപ്പോൾ ശരത്ത് പറയണേ, എന്തിനാണ് അച്ഛാ ഈ കാർ ഇവിടെ വാങ്ങിയത്? അച്ഛൻ അങ്ങനെ കാറ് വാങ്ങണമായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ വാങ്ങിച്ചു തരുമായിരുന്നല്ലോ. അപ്പോൾ മനോഹരൻ പറയണേ, എനിക്കതിന് ഈ കുട്ടികൾ ഓടിക്കുന്ന കീ കൊടുക്കുന്ന ആ ഒരു കാറല്ലല്ലോ വേണ്ടത്. അല്ല, അച്ഛന് ഞാൻ വില കൂടിയ ഒറിജിനൽ കാറ് തന്നെ അങ്ങ് വാങ്ങിച്ചു തന്നേനു. ഓ അത് ശരി. അപ്പോൾ ദേവിക പറയാം, അങ്ങനെയാണെങ്കിൽ ശരത്ത് എന്താ കാറ് വാങ്ങിക്കാത്തത്? ആ പാട്ട ബൈക്കുമായിട്ടല്ലേ ശരത്ത് എപ്പോഴും യാത്ര ചെയ്യുന്നത്? അത് പിന്നെ എനിക്ക് കാർ ഓടിക്കാൻ തീരെ ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. കേട്ടപ്പോൾ മുത്തശ്ശി അത് ഏറ്റിപ്പിടിക്കുകയാണ്. ആ ചില ആളുകൾക്ക് അങ്ങനെയൊന്നും ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ശരത്ത് പറയണ, അച്ഛാ നമുക്ക് ഈ കാറ് വിൽക്കാം, എന്നിട്ട് പുതിയൊരു കാറ് വാങ്ങാം, അതെങ്ങനെയിരിക്കും? അപ്പോൾ മുത്തശ്ശി പറയാം, അത് ശരിയാണ്, നമുക്കിന്ന് പുതിയ കാറ് വാങ്ങിയാലോ മനോഹര? അതെൻ്റെ കാറല്ലല്ലോ, അത് പ്രിയയുടെ കാറല്ലേ, പ്രിയോട് തന്നെ ചോദിക്കണം. എന്നാൽ പിന്നെ പുതിയ കാറ് വാങ്ങുന്നത് വരെ ഇവിടെ തന്നെ കിടന്നോട്ടെ ഈ പഴയ കാറ് എന്ന് മുത്തശ്ശി പറയട്ടെ. അപ്പോൾ അത് വേണ്ട, അല്ല അത് വീടിനൊരു അന്തസ്സല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശരത്ത് പറയണേ, അത് വീടിന് അന്തസ്സും പ്രൗഢിയൊക്കെ വേണമെങ്കിൽ നല്ല പുതിയ കാറ് തന്നെയാണ് വാങ്ങേണ്ടത്. അതുകൊണ്ട് നമുക്കിത് എത്രയും പെട്ടെന്ന് വിൽക്കാം, എന്നിട്ട് നമുക്കൊരു പുതിയ കാറ് വാങ്ങാം. അപ്പോൾ മനോഹരൻ പറയണേ, അങ്ങനെയാണെങ്കിൽ നീ പ്രിയോട് തന്നെ ചോദിച്ചോ. ശരത്തെ നീ ചോദിച്ചോ എന്ന് പറയട്ടെ. അങ്ങനെ ദേവിക പ്രിയയെ വിളിക്കുകയാണ്. എന്താ ചേച്ചി, അല്ല ശരത്തിന് ആ കാറ് വിൽക്കണമെന്നാണ് പറയുന്നത്, അത് അത്ര ലക്ഷണം പോരത്രേ. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അത് വിൽക്കാമെന്ന്. അപ്പോൾ പ്രിയ പറയണേ, അതിനെന്താ വിൽക്കാലോ, എനിക്കൊരു കുഴപ്പവുമില്ല. അത് കേട്ടപ്പോൾ മുത്തശ്ശിയും ശരത്തും പ്രിയക്ക് സമ്മതമാണല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് പ്രിയ പറയുകയാണ്, ഇനിയിപ്പോൾ കാർ വിൽക്കണമെന്നുണ്ടെങ്കിൽ ശരത്ത് തന്നെ ഈ കാർ എടുത്തുകൊണ്ട് പോകണം. അതെന്തിനാ ഞാൻ ഓടിക്കുന്നത്? അത് വർക്ക്ഷോപ്പിലുള്ള ആരെങ്കിലും വിളിച്ച് ഓടിച്ചാൽ പോരെ? അത് പറ്റില്ല, ശരത്ത് തന്നെ ഈ കാർ ഇവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് പോകണം, എങ്കിൽ മാത്രമാണ് ഞാൻ വിൽക്കാൻ സമ്മതിക്കൂ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ദേവിക പറഞ്ഞു, എന്തു പറ്റി ശരത്തിന് 4 വീലറിൻ്റെ ലൈസൻസ് ഇല്ലേ? ഉണ്ട്, ലൈസൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദേവികയും മനോഹരനും ചോദിക്കുക, അല്ല പിന്നെ എന്താ നിനക്കെന്തൊരു പേടി പോലെ തോന്നുന്നുണ്ട്? എനിക്കൊരു പേടിയുമില്ല, എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഓടിച്ച് കാണിക്കേ. എങ്കിൽ പ്രിയ ആ കാറിൻ്റെ കീ എടുക്ക് എന്ന് പറയട്ടെ. അങ്ങനെ ശരത്ത് പേടിയോടുകൂടി ആ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ മുത്തശ്ശിയും മനോഹരനും പ്രിയയും ദേവികയും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ശരത്ത് എത്ര ശ്രമിച്ചിട്ടും ആ കാറ് സ്റ്റാർട്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ശരത്ത് കാറിൽ നിന്നും ഇറങ്ങിയിട്ട് പറയണേ, കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ കാറ് പോരാ, ഇത് കേടാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ആരും അത് വിശ്വസിച്ചില്ലല്ലോ. ഇപ്പോൾ എത്ര തവണ ഞാൻ സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു, പക്ഷേ കാർ സ്റ്റാർട്ടാവുന്നില്ലല്ലോ. അപ്പോൾ പ്രിയ പറയണേ, ഈ കാറിന് ഒരു കുഴപ്പവുമില്ല, ആ കീ ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞ് മനോഹരന് അടുത്തേക്ക് കൊടുത്തിട്ട് പറയണേ, അച്ഛനൊന്ന് ആ സ്റ്റാർട്ടാക്കി നോക്കിയോ എന്ന് പറഞ്ഞപ്പോൾ മനോഹരൻ അതിലേക്ക് കയറുകയാണ് കാറിലേക്ക്. എന്നിട്ട് മനോഹരൻ അത് സ്റ്റാർട്ടാക്കുമ്പോൾ കൂളായിട്ട് തന്നെ അതങ്ങ് സ്റ്റാർട്ടായിട്ടോ. എന്നിട്ട് മനോഹരൻ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇതിനൊരു കുഴപ്പവുമില്ലല്ലോ ശരത്തെ, നിനക്കെന്താ സ്റ്റാർട്ടാക്കിയിട്ട് ആവുന്നില്ലല്ലോ, പക്ഷെ ഞാൻ ഇത് സ്റ്റാർട്ടാക്കിയല്ലോ, ഈ വണ്ടിക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ശരത്തെ നീ ഈ കാറ് സ്റ്റാർട്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത് സ്റ്റാർട്ടായില്ല
മനസ്സിലായില്ല. അത് എന്തുകൊണ്ടാണെന്നോ? ഈ കാറിന് ശരത്തെ നിന്നെ തീരെ ഇഷ്ടമില്ല. അത് എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത് എന്ന് ശരത്തിന് നന്നായിട്ട് അറിയാം. പിന്നെ അത് തെളിയിക്കരുത്, കാലം തന്നെ തെളിയിച്ചോളും എന്തുകൊണ്ടാണ് ശരത്തിന് ഈ കാറിന് ഇഷ്ടമില്ലാത്തത് എന്ന്. എന്തായാലും ശരത്തെ, നിന്റെ കള്ളമൊന്നും അധികം ഇനി മൂടി വെക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ കള്ളം പുറത്തു വീഴുകയും നിനക്ക് വിലങ്ങ് വീഴുകയും ചെയ്യും എന്ന് പറഞ്ഞ് പ്രിയ അകത്ത് പോവാട്ടോ. അതോടുകൂടി മനോഹരൻ പറയണേ, എനിക്ക് പ്രിയ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ നിത്യമോൾ സംസാരിച്ചതുപോലെയാണ് തോന്നിയത്. അതുകൊണ്ട് ശരത്തെ, നീ സൂക്ഷിച്ചോ. നിത്യമോളുടെ ആത്മാവ് ഈ വീട്ടിൽ തന്നെ ഉണ്ട്. നിന്നെയും കൊണ്ടല്ലാതെ നിത്യമോൾ ഇവിടെ നിന്നും പോവില്ല എന്ന് പറഞ്ഞ് മനോഹരനും ദേവികയും പോവാട്ടോ. അതോടുകൂടി മുത്തശ്ശി, ശരത്തെ എന്താ മോനെ ഇതിൻ്റെ ഒക്കെ അർത്ഥം? എനിക്കറിയില്ല, അവരെന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും, അല്ലാതെ ഇത് സ്റ്റാർട്ട് ആവാതിരിക്കുകയൊന്നുമല്ല. വെറുതെ നിത്യയുണ്ട്, ആത്മാവുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഓരോന്ന് വിളിച്ചു പറയുന്നു എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ശരത്ത് പോകുന്നത്. അപ്പോൾ ശരത്ത് പറയണേ, എന്നോട് കളിച്ചാലേ ആരാണ് ഞാൻ എന്നുള്ളത് അവർ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അല്ലാതെ എവിടുന്നോ വന്ന് കയറിയ അവൾ നിത്യയാണെന്ന് പോലും പറയുന്നു. എൻ്റെ നിത്യയാണോ മുത്തശ്ശി? അവൾക്കുണ്ടോ എൻ്റെ നിത്യയാവാൻ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞ് ശരത്ത് മുത്തശ്ശിയുടെ മുന്നിൽ നല്ലവനായിട്ട് അഭിനയിക്കാൻ നോക്കാണ്ട്. അങ്ങനെ ശരത്തിന് ദേഷ്യം പിടിച്ച് അകത്തങ്ങ് പോവാണ്. അതോടുകൂടി മുത്തശ്ശി ആ കാറിലേക്ക് നോക്കാണ്ട്. അപ്പോൾ നിത്യയുടെ ആത്മാവ് എന്നൊക്കെ മനോഹരൻ പറഞ്ഞത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് പേടിയാവാണ്. അങ്ങനെ മുത്തശ്ശി പെട്ടെന്ന് തന്നെ മുത്തശ്ശി അകത്തേക്ക് പോവാണ്. പിന്നീട് ചന്ദ്രയും രംഗനും സിന്ധുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിലോ സിദ്ധു പുറത്തിറങ്ങിയ കലിപ്പിലാണ് കേട്ടോ. അപ്പോൾ രംഗം പറയണേ, നീയല്ലേ പറഞ്ഞത് ഒരിക്കലും കുഞ്ഞളിയും പുറത്തിറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് എല്ലാവരോടും പാടി നടക്കുമായിരുന്നല്ലോ, ഇപ്പോൾ എന്തുണ്ടായി? അതുപോലെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പ്രേമയെയും കണ്ടുപിടിക്കുമെന്ന് പറയും. ആ കിട്ടിയത് തന്നെ, നിങ്ങൾക്ക് പ്രേമയെ കിട്ടിയത് തന്നെ. നിങ്ങൾ കുറേ അന്വേഷിച്ച് നടന്നല്ലോ, എന്നിട്ട് ഇതുവരെയും നിങ്ങൾക്ക് പ്രേമേച്ചിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. സിദ്ധു പറയണേ, ഞാൻ പുറത്തിറങ്ങില്ല എന്ന് നീ കുറേ വീരവാദം മുഴക്കിയല്ലോ, അതുപോലെ ഞങ്ങൾ പ്രേമേച്ചിയെയും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ചന്ദ്ര പറയണേ, എങ്കിൽ അതിനിടയ്ക്ക് എൻ്റെ വിഷ്ണുവിനെ കൂടി ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി നീ ശ്രമിക്കണം. എങ്കിലാണ് എനിക്ക് ഈ വീട്ടിൽ നിന്നൊന്നും എത്രയും പെട്ടെന്ന് പോകാൻ കഴിയും. ഇത് എത്രയായി ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കുന്നു, ഇനി എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ടാണ്. അതൊക്കെ വിഷ്ണു പുറത്തിറങ്ങിക്കോളും എന്ന് പറയട്ടെ. അങ്ങനെ ചന്ദ്ര പ്രേമയെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹത്തോടു കൂടി രംഗനോടും ഇതിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ രംഗന് നല്ല സംശയം വരികയാണ്. ഇപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്, അളിയനെ അകത്താക്കിയതിൻ്റെ പിന്നിലും ഇവൾ തന്നെയായിരിക്കും, അതുപോലെ പ്രേമയെ കാണാത്തതിൻ്റെ പിന്നിലും ഇവൾ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സിദ്ധു പറയണേ, എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ പിറകിൽ കളിച്ചത് ആരാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്.